ഇവിടെ പിടിച്ചിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യാണ്. ഇനി ഒന്നും നോക്കുന്നില്ല, ദീപനെ നമ്മളങ്ങ് ഉള്ളിലേക്ക് ആക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യം കഴിച്ചു നോക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും എരി കൂടിയ ചിപ്പായ ജോളോ ചിപ്പ് കഴിച്ചു നോക്കാൻ പോവാണ്. ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിയത്. മലയാളത്തിൽ പല യൂട്യൂബേഴ്സ്, മലയാളത്തിൽ, തമിഴ്, ഹിന്ദി അങ്ങനെ പല ചാനലുകളിലും 1-2 വർഷം മുമ്പേ ചെയ്ത വീഡിയോ ആണ് പലരും. അപ്പോൾ നമ്മുടെ ചാനൽ മാത്രം അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ജോളോ ചിപ്പ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഒയ്യോ ഗൈസ്, നോക്കിയേ നമ്മുടെ ജോളോ ചിപ്പ്. വാവ് ഗൈസ്, നോക്കിയേ നമ്മുടെ ജോളോ ചിപ്പ്. വാവ്, പൊളി. വാവ്, നമുക്ക് അടുത്തായിട്ട് ഇത് കഴിച്ച് നോക്കണം. ഇതിൻ്റെ പേക്കിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വാർണിംഗ് ചെയ്തിട്ടുണ്ട്. നോട്ട് എവരി വൺ വിൽ എൻജോയ് ദ എക്സ്ട്രീം ഹീറ്റ്. പിന്നെ കുറേ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ആഫ്റ്റർ ദിസ് ഹെൽത്ത് ഷുഡ് ബി ഈസി. Earn to spot on Jolochip wall on flame. See inside for details. പിന്നെ ഇവിടെ പിടിച്ചിട്ട് നമുക്ക് വലിച്ച ശേഷം ജസ്റ്റ് നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ജോളോ ചിപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 5 ഗ്രാമാണ്. പിന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് പിന്നെ എക്സ്പയർ ഡേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 199 രൂപയാണ്. 200 രൂപയാണ് 5 ഗ്രാമുള്ള ഒരു ചിപ്പിന് ഇതിന് വില വരുന്നത്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് എന്താ, ലോകത്തിലെ ഏറ്റവും എരിവ് കൂടി എന്തോ കരോളിന പെപ്പറോ അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ വില കൂടുതൽ. ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ 200 രൂപ നമ്മളതിൽ നിന്ന് വെറുതെ വാങ്ങുന്നതായിരിക്കും, തട്ടിപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിച്ച് നോക്കാം. അതാണ് നമ്മളെ പരിപാടി. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള സീല് പിടിച്ചിട്ട് നമ്മളത് അയക്കാൻ പോവുകയാണ്. ഇവിടെ പിടിച്ചിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യാണ്. വാവ്, അപ്പം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. തായ്പോട്ടെ. അടുത്തതായിട്ട് ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമ്മുടെ ബോക്സ് ഇതേ കിട്ടിയിട്ടുണ്ട്. ഇനി ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാണ്. വാവ് ഗൈസ്, ഇങ്ങ പാരുங்க. ഇനി ലാസ്റ്റ് വേർഡ് എഴുതിയിട്ടുണ്ട് നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിൽ. ദ റീപ്പർ ഈസ് വെയിറ്റിംഗ്. അയ്യോ, ഫിയർ ദ റീപ്പർ. അയ്യോ, പേടിയാവുന്നേ, കഴിക്കാൻ തോന്നില്ലേ. അയ്യോ, വിറയ്ക്കുന്നേ. അപ്പോൾ നമ്മളെ ഈ ബോക്സിന് എന്താ പറയുക, നമ്മുടെ ശവപ്പെട്ടിയല്ലേ, നമ്മുടെ ശവപ്പെട്ടീൻ്റെ ബോക്സിലൊക്കെ ആക്കിയിട്ടാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മുടെ ചിപ്പ് ഉണ്ട്. ഇതും കൊണ്ട് മാറ്റി വയ്ക്കാം. ഇത് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതിനുള്ളിലായിട്ടാണ് നമ്മുടെ ചിപ്പ് വരുന്നത്. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു ഡേഞ്ചർ. വാവ്, എവിടെ ചിപ്പ്, എവിടെ? ചിപ്പ് പുറത്തെടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിപ്പ്. അപ്പോൾ ഇനി ഇത് നമ്മൾ കഴിച്ച് നോക്കാൻ പോവുകയാണ്. ഇനി എന്താവും അറിയില്ല. അപ്പോൾ ഇത് കഴിക്കുന്നതിന് മുമ്പേ നമുക്കിതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ, അഥവാ ഇതിന് എരിവുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. അപ്പോൾ എരിവോ കാര്യങ്ങളുണ്ടായി ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു പേക്ക് പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇത് അങ്കിൾ ജോൻ്റെ ഒരു ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ചെറിയ കുപ്പിയാണ്. വലിയ ബോട്ടിൽ നമ്മൾ താഴെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ഒരു പേക്ക് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. 2 പേക്ക് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു കുപ്പിയിൽ തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് മച്ചാന്മാരെ നമ്മളിത് കഴിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ അടുത്തായിട്ട് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടി ഇങ്ങോട്ട് തുടങ്ങിയാലോ? യെസ്. അപ്പോൾ അങ്ങനെ അടുത്തായിട്ട് നമ്മൾ ജോളോ ചിപ്പ് നമ്മൾ കഴിച്ച് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പേ ഒരു കുപ്പി വെള്ളത്തിലേക്ക്, അല്ല അരക്കുപ്പി വെള്ളത്തിലേക്ക്, 1/4 കുപ്പി വെള്ളത്തിലേക്ക് ഒരു ഫുൾ പാല് വാർന്നെടുത്തിട്ടുണ്ട്. അതിൽ ബൂസ്റ്റും പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പേക്കാണ്. വലിയ ബോക്സ് താഴെ ഫ്രീസറിലുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സ്പൂണ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒന്നും നോക്കുന്നില്ല, ദീപനെ നമ്മളങ്ങ് ഉള്ളിലേക്ക് ആക്കാൻ പോവുകയാണ് മച്ചാന്മാരെ. അപ്പോൾ എന്ത് പൊളിക്കുമ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയ രീതി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊരു മാർക്ക് ചെയ്തൊരു പോർഷൻ ഉണ്ട്. അവിടെയല്ല, നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ കത്രിക കൊണ്ട് കട്ട് ചെയ്യാൻ പോവാണ്. വാവ്, ഹായ്. സംഭവം വരുന്നുണ്ട് കേട്ടാ. ചിപ്പ് കഴിച്ചു നോക്കാൻ പോവാണ്. ഇതേ നോക്കിയേ, ഫോക്കസ് ആകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു പീസാണ് ഞാൻ ആദ്യം കഴിച്ചു നോക്കാൻ പോകുന്നത്.
ലോകത്തിലെ തന്നെ ഏറ്റവും എരിവ് കൂടിയ, കഴിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ നാവുമ്പോൾ എന്നൊക്കെ ഒരു ഇത് കുറച്ചുകൂടി ഉണ്ട്. അത് ഞാനിപ്പം കഴിക്കുന്നില്ല, എന്നെ കൊണ്ട് നടക്കില്ല. ഇല്ല, കരോളിന പെപ്പറോ അങ്ങനെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പോകുന്നില്ല. തുറക്ക ഐസ്ക്രീമേ. എൻ്റെ കണ്ണു നോക്കിയേ, എൻ്റെ പൊന്നു മച്ചാന്മാരെ, ഇതാരും കഴിക്കരുത് കേട്ടാ, ഭയങ്കര എരിവാണ്. ഇത് പോകുന്നില്ല. എൻ്റെ നാവ് വലുപ്പൊന്നു. എൻ്റെ കണ്ണിന് വെള്ളം വരെ നോക്കി ഗൈസ്. ഒരിക്കലും ഗൈസ് ഞാൻ അഭിനയിക്കുകയല്ല, സത്യം ഞാൻ അഭിനയിക്കുകയല്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി കഴിച്ചു നോക്ക്. അയ്യോ, ആരും കഴിക്കരുത്. കൊച്ചു കുട്ടികളെ ഒരിക്കലും അനുകരിക്കരുത്, വലിയവർക്കാൾ തീരെ അനുകരിക്കരുത്. ഓ വയറുവേദനിക്കുന്നു. അതിൻ്റെ പകുതി പീസ് പോലും ഞാൻ കഴിച്ചില്ല. അങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ഫുള്ള് കഴിച്ചാലുള്ളൊരു വെറുതെ എല്ലാം എംഫോർട്ടേക്കും മാസ്റ്റർ പീസും എല്ലാം പറയുന്ന സത്യം തന്നെയാണ്. ഇനി ഭയങ്കര രൂപ. ഫിറോസ്കൊക്കെ ചെയ്ത സമയത്ത് ഫിറോസ്ക പറഞ്ഞിരുന്നേ എരിവൊന്നുമില്ലാന്ന്. പുള്ളിക്കാരന് കിട്ടിയത് ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ വേറെ എഡിഷനായിരിക്കും. ഇത് ജസ്റ്റ് ഇതിൻ്റെ ബോക്സ് ഞാൻ കാണിച്ചു തരാം. ഈ സാധനം എംഫോർട്ടൊക്കെ മാസ്റ്റർ പീസൊക്കെ കഴിച്ചു തരാം. നമ്മൾ പ്രവീൺ മച്ചാനൊക്കെ കഴിച്ച സമയത്ത് വളരെ സീനായിരുന്നു. പിന്നെ മാസ്റ്റർ പീസ് കഴിച്ചപ്പോൾ സീനായിരുന്നു. പിന്നെ നമ്മുടെ അഭിജിത്ത് ബ്ലോഗർ, അങ്ങനെ കുറേ ചാനൽ, ഏതൊക്കെ ചാനലാണെന്ന് എനിക്ക് ഓർമ്മ വന്നില്ല ഗൈസ്. നാഗും നേഹ ഒരു പോകുന്നില്ല. ഉമ്മ ഓടി പരി, ഉമ്മ 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 ഓ ഒന്ന് മേലോട്ട് വാ.
എൻ്റെ പൊന്നു മച്ചാമാരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, വന്യൊരുവാണ്. അയ്യോ ഓ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഫ്രണ്ട്സ്, അമ്മാതിരി എരിവാണ്. ഒരാൾക്കാർ ട്രൈ ചെയ്യരുത്. അമ്മാതിരി എരിവ് മീൻസ് അമ്മാതിരി എരിവാണ്. എൻ്റെ കണ്ണൊക്കെ നോക്കിയേ. ഗൈസ്, ആരും ട്രൈ ചെയ്യരുത്. ഭയങ്കര ഡേഞ്ചറാണ് സംഭവം. അമ്മാതിരി എരിവ് മീൻസ് ആദ്യം നാക്കിലായിരുന്നു എരിവ്, ഇപ്പോൾ വയറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ ആവുന്നു. ഗൈസ്, ഐസ്ക്രീം കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മുടെ ബൂസ്റ്റും വെള്ളം കുടിക്കുക. ഐസ്ക്രീം കഴിഞ്ഞ് ഇനി നമ്മുടെ ബൂസ്റ്റും വെള്ളം കുടിച്ച് വെക്കാം. ചേട്ടൻ നിൽക്ക് എന്തൊക്കെയോ പോകുന്നു. ഇതൊന്നും ഒരിക്കലും ഒരാളും വാങ്ങി കഴിക്കരുതിട്ടാ. വമ്പ ഡേഞ്ചറാണ്. എരിവെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ല, കരോളിനല്ല, അതുക്കും മേലെ എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ അത് ഉണ്ടാക്കിയത്. ഒരു മൂന്നില ഗൈസ്. 15 മിനിറ്റിന് മേലെ ഗൈസ്. എന്താണ് ചെയ്യുക ഗൈസ്? ഇത് ഭയങ്കര ഡേഞ്ചറാണ് മീൻസ് ഭയങ്കര ഡേഞ്ചറാണ്. കഴിച്ചവർക്ക് മാത്രമേ ഇതിൻ്റെ പ്രോബ്ലം അറിയാൻ പറ്റൂ. ഭയങ്കര ഡേഞ്ചറാണ്. ആരും കഴിക്കരുത്. ഞാനീ പറയുന്ന കള്ളത്തനമാണെങ്കിൽ ഒരു പേക്ക് വാങ്ങി നിങ്ങൾ കഴിച്ച് നോക്ക്. നിങ്ങൾ ഒരാൾ കഴിക്കേണ്ട, ഒരു പേക്ക് വാങ്ങിയിട്ട് ഒരു 4 ആൾ, ഒരു 50 രൂപ ഇട്ടിട്ട് നിങ്ങളൊരു 4 ആൾ കൂടി 200 രൂപ ഇട്ടിട്ട് ഇത്തരത്തൊരു പേക്ക് വാങ്ങി കഴിച്ച് നോക്കി ഗൈസ്. നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് അവരുടെ അഭിപ്രായം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഗൈസ്. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ആരും കഴിക്കരുത്. സീനാണ്. ഗൈസ്, നിങ്ങളെൻ്റെ കണ്ണിൽ നോക്കി അമ്മാതിരി എരിവാണ്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് കഴിപ്പിക്കുന്ന ഒരു വീഡിയോ ചെയ്യാം. ഭയങ്കര എരിവാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. വയറിനൊക്കെ ഭയങ്കര സീനാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.